പ്രശാന്ത് സാർ, നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് ഏറ്റുപിടിക്കാൻ വേണ്ടി മല്ലികാർജുൻ ഖാർഗെ, അതാണ് നിലവിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ ഒന്നുമല്ല, അതിനെ ഇന്ത്യ ഇത്ര വലിപ്പത്തിൽ കാണേണ്ടതില്ല എന്നൊക്കെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നും പേര് കൊടുത്ത് നടത്തേണ്ടിയിരുന്ന ഒന്നേയല്ല, അതിനത്രയും പ്രാതിനിധ്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, 3-4 ദിവസങ്ങൾ അടുപ്പിച്ച് നമ്മുടെ സൈനികർ എന്തൊക്കെയാണ് അതിർത്തിയിൽ ചെയ്തത്, ഇന്ത്യയെ അവരെങ്ങനെ കാത്തു സംരക്ഷിച്ചു എന്നുള്ളത്. ഗോൾഡൻ ടെമ്പിളിന് നേരെ ആക്രമണമുണ്ടായി, ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണമുണ്ടായി, കാശ്മീരിന് നേരെ ഉണ്ടായത് വൻ വ്യോമാക്രമണമായിരുന്നു. ഇതിൽ നിന്നൊക്കെ പ്രതിരോധ ശക്തികൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ച്, പ്രതിരോധ യുദ്ധ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഏത് രീതിയിലാണ് ഇന്ത്യ ചെറുത്തു നിന്നത് എന്നുള്ളത് രാജ്യം മുഴുവൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മുഴുവൻ കോൺഗ്രസും കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പരിപാടിയല്ലേ നടക്കുന്നത്? ഇവർ പാകിസ്ഥാൻകാരാണോ എന്ന് തോന്നിപ്പോയാൽ അതിലൊരു തെറ്റ് പറയാൻ പോലും സാധിക്കില്ലല്ലോ. ലോകം ഇന്ത്യ അംഗീകരിക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇന്ത്യയെ വീഴ്ത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുക്കളുടെ മുദ്രാവാക്യം ഇന്ത്യയിൽ നിന്ന് ഉറക്ക വിളിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന വാക്കുകളോ പ്രവൃത്തികളോ അല്ല. ഈ വർത്തമാനത്തിൽ നിന്ന് ഇവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുമില്ല. പിന്നെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഖാർഗെ പറഞ്ഞിരിക്കുന്നു, സിന്ദൂർ എന്ന് പറയുന്ന യുദ്ധം ഒരു തട്ടിക്കൂട്ടി യുദ്ധമാണ്. പഹൽഗാമിൽ നടന്ന ആക്രമണം, അത് നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിച്ചു, പഹൽഗാമിൽ നടന്ന ആക്രമണം പ്രധാനമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതായത് ഇതിനു മുമ്പ് 2019 40 സൈനികരെ കൊന്നപ്പോൾ അത് BJP ആണെന്ന് പറയുന്നതിനും, BJPയുടെ ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് സൈനികരെ കൊന്നിട്ട് ഒരു തിരിച്ചടി കൊടുത്തെന്നൊരു വാർത്ത കൊടുത്ത് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്നും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള മന്ത്രി ഞങ്ങളെയാണ് അതിന്റെ പുറകിൽ നിന്ന് വ്യക്തത വരുത്തി പറയുന്നിടം വരെ ഈ പറഞ്ഞ രാഹുലും കോൺഗ്രസും ഖാർഗെയും പ്രതിപക്ഷ പാർട്ടികളും അത് പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ നമ്മൾ കണ്ടാണ്. അപ്പം അവർക്ക് ഇന്ത്യ ചെയ്യുന്നതൊന്നും ഉയർത്തി കാണിക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതിനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അതായത് പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് പലപ്പോഴും പറയുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, പകൽഗാം വിഷയത്തിനകത്ത് അത് ഉണ്ടാക്കിയെടുത്ത വിഷയമാണ്. 4 ദിവസം കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അടിയറവ് പറയുകയും ലോകത്ത് ഇസ്രായേലിന് മുമ്പിൽ പോലും ഇത്തരത്തിൽ 4 ദിവസം കൊണ്ട് ഒരു രാജ്യത്തേക്ക് തകർത്ത് യുദ്ധം നിർത്തിത്തരണമെന്ന് പറയുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി എന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ അതിനെ തട്ടിക്കൂട്ടി യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പാർലമെന്റ് വിളിക്കണം, എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായി. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായത്, പാകിസ്ഥാനിൽ നടന്ന സംഭവങ്ങൾ, അത് ഇല്ല എന്ന് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞപ്പോഴും ലോകത്തെ സാറ്റലൈറ്റ് വീഡിയോ ഉൾപ്പെടെ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു, പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ യുദ്ധമര്യാദ അനുസരിച്ച് നമ്മൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ലോകത്തിന്റെ അടുത്ത് പറയുകയും, നമ്മൾ ആണവ കേന്ദ്രങ്ങൾ നമ്മൾക്കെതിരെ പ്രയോഗിക്കാൻ വെച്ചിരുന്ന ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞ കേന്ദ്രം വരെ അടിച്ചു തകർത്ത് ലോകം ഇടപെട്ട് അതിനകത്തെ അണുവിസരണം ഉൾപ്പെടെയുള്ളത് നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുമ്പോൾ ഇവിടുത്തെ എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു, ഇവിടുത്തെ ഏതൊക്കെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കുഴപ്പത്തിലായി, നമ്മുടെ എത്ര പട്ടാളക്കാർ മരിച്ചു, ഈ രീതിയിലേക്കുള്ള ചോദ്യങ്ങളുമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും നിൽക്കുകയാണ്. ഇയാള് പാകിസ്ഥാനിൽ പോട്ടെന്നേ, ഇയാൾ പാകിസ്ഥാനിൽ പോയി തിരക്കട്ടെ. പാകിസ്ഥാൻകാര് പറയുമല്ലോ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു, അവന്റെ എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന്. ഇതിന് മുമ്പുള്ള ആക്രമണത്തിനകത്ത് ഇന്ത്യ പറഞ്ഞു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി 400ഓളം ഭീകരരെ കൊന്നു, ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന് 2019 ഭീകരാക്രമണം, അതിനു മുമ്പ് ഉറി ഭീകരാക്രമണത്തിന് നമ്മൾ തിരിച്ചടി കൊടുത്താണ്. ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതുപോലെ തന്നെ സിന്ദൂർ എന്ന് പറയുന്ന തിരിച്ചടി നമ്മൾക്ക് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ കൊടുത്ത തിരിച്ചടി ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കുഴപ്പങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യണം ഈ വിഷയം. അപ്പൊ അന്ന് ചില പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ
NCP നേതാവ് ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്കറിയേണ്ട ഇന്ത്യക്കകത്ത് പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഭരണപക്ഷവുമായാലും പ്രതിപക്ഷവുമായാലും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ നമ്മുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് പാർലമെന്റ് പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്താൽ അതിനകത്ത് രഹസ്യങ്ങൾ വെളിയിൽ പോടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ മാത്രം അറിയേണ്ട കാര്യങ്ങൾ ലോകം അറിയുന്ന ഒരവസ്ഥയുണ്ടാവും. അത് വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവ് നിർബന്ധം പിടിക്കുന്നു. അയാളുടെ ചോദ്യങ്ങൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യക്ക് മോശം വരുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് കുഴപ്പം വരുന്ന, ഇന്ത്യയുടെ ജയം അംഗീകരിക്കേണ്ട, അതിനകത്തൊരു തർക്കം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ. എത്ര വിമാനം പോയി, എന്തൊക്കെ നഷ്ടം വന്നു, എത്ര കോടി രൂപയുടെ നഷ്ടം വന്നു, എത്ര ആൾനാശം സംഭവിച്ചു, അല്ലെങ്കിൽ ആ ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഇന്റലിജൻസ് തീർച്ചയായും അല്ലേ ഇത് സംഭവിക്കുന്നതിന് കാരണം, നേരത്തെ ഇത് കാണണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ കുഴപ്പങ്ങൾ, ഇവിടുത്തെ ഇന്റലിജൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രഹസ്യാന്വേഷണം മൊസാദിനെക്കാട്ടി വലുതാണെന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അജ്ഞാതന്മാരുടെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ളവർ എവിടെ ചെന്നിരുന്നാലും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിനപ്പുറം നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്, ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട്, ഈ യുദ്ധം ശരിയല്ല, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ശരിയല്ല, ഇന്ത്യ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ചയ്ക്ക് ആരാഗ്രഹിക്കുന്നു അവരുടെ കൂടെ ആ ചർച്ച ചെയ്യുന്നതിനും ആ ചർച്ച വലിയ വലിപ്പത്തിൽ ഇന്ത്യക്കകത്തും അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൊണ്ടും പാർലമെന്റിൽ പറയുന്നത് കൊണ്ടും ലോകം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, ഒരേ സ്വരത്തിലല്ല ഇന്ത്യ പോകുന്നത് എന്ന് ലോകം ചർച്ച ചെയ്യിക്കുന്നതിന് ഇപ്പൊ പാകിസ്ഥാനകത്ത് നടക്കുന്നത് പോലെ യുദ്ധത്തിനകത്ത് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടികൾ യുദ്ധത്തിന് കാരണക്കാരായിട്ടുള്ളത് ആ സംവിധാനമാണെന്നും മുനീർ ആണെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ ഇന്ത്യക്കകത്തും പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നതിനും ഈ യുദ്ധത്തിന് ശേഷവും ഇന്ത്യക്കകത്ത് ചേരിതിരിവ്, അത് സിഖുകാരുടെ ഇടയിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെ പിടിച്ചുകൊണ്ടായാലും എല്ലാ രീതിയിലും ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനും നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാവിനോട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അയാൾ പോകട്ടെ, ഇവിടെ യുദ്ധവിമാനത്തിന്റെ കണക്ക് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നഷ്ടം വന്നിട്ടില്ല എന്നുള്ളത്. അത് വിശ്വസിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാണ്. ലോകത്തിന് ആ പറയുന്നതിനകത്ത് ലോകം അതിനപ്പുറത്തൊരു വാർത്ത നമുക്കെതിരെ നിൽക്കുന്ന റോയിറ്റേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ആദ്യം നമുക്ക് എതിരെ പറയുമ്പോൾ, അവസാനം യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മൾക്കെതിരെ പറയാൻ തയ്യാറാകുമ്പോൾ, നമ്മൾക്കെതിരെ പറയാൻ താല്പര്യമില്ലാത്ത ഈ പറയുന്ന മാധ്യമങ്ങൾ പോലും നമ്മൾക്കെതിരെ പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ മാധ്യമങ്ങളെ ലോകം വിശ്വസിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടിക്കും ഈ പറയുന്ന യുദ്ധം ശരിയല്ലെന്നും യുദ്ധത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്നും ഇന്ത്യ ജയിച്ചില്ലെന്നും ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നും വരുത്തി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇദ്ദേഹം പോട്ടെ, ഇതിനു മുമ്പുള്ള ഭീകരാക്രമണങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ബോംബെ ഭീകരാക്രമണം തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾക്കകത്ത് പാകിസ്ഥാന് വ്യക്തമായ പങ്കുണ്ടെന്ന് അവർ തന്നെ ഏറ്റെടുക്കുന്നത് വരെ അതിനകത്ത് അതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പോലെ അവർക്കല്ല എന്ന് പറയുന്നതിന് മുമ്പ് നിൽക്കുന്ന കോൺഗ്രസും ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇതിന്റെ കാര്യവും, ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇവിടെ എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ മിസൈലുകളാണോ ഉപയോഗിച്ചത്, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്, ഇത് പാകിസ്ഥാനിൽ പോയി തിരക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വരുമ്പോഴാണല്ലോ വിശ്വാസം വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇന്ത്യയുടെ യുദ്ധത്തെ പറ്റിയും അല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും സമിതികളെ ലോകത്തുടനീളം വിടുമ്പോൾ ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ എന്തുവായാലും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ മഹൂം മൽഹോത്ര എന്ന് പറയുന്ന ഈ തൃണമൂലിന്റെ ഒക്കെ എംപിമാരുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിന്ന് പാർലമെന്റിൽ സംസാരിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുള്ള ആരോപണം, അവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കി പാകിസ്ഥാനിലും ചൈനയിലും ഒരുപക്ഷെ തുർക്കിയിലും ഒക്കെ പോയി ഈ കാര്യങ്ങളൊക്കെ തിരക്കി നാളെ കാലത്തെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇന്ത്യക്കെതിരെ എങ്ങനെ നീങ്ങണം, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിന് വേണ്ടി ഒന്ന് പോകുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അനുവാദം ഒക്കെ കിട്ടിയെന്ന് വരും, ആപേക്ഷിച്ച് നോക്കണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇത് നിസ്സാരമല്ല, ഇതൊരു പ്രതിപക്ഷത്തിന്റെ വർത്തമാനമല്ല, സംശയത്തിന്റെ വർത്തമാനമല്ല. രാഹുൽ ഗാന്ധിയുടെ മുഖം നാളെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമല്ല. അതായത് ഈ പറയുന്ന ഈ ഖാലിസ്ഥാൻവാദികളുടെ കൂടെ നിന്നാലും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ നിന്നാലും അതായത് മതമൗല്യവാദികളുടെ കൂടെ നിന്നാലും ഇന്ത്യയുടെ സ്വഭാവം അനുസരിച്ച് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന വിവിധ ജാതിയിലുള്ള ആൾക്കാർ ഇന്ത്യക്ക് ഒരു വിഷയം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ ചേരിത്തിരിവ് വളരെ കൃത്യതയോട് കൂടി അല്ലെങ്കിൽ ഒരു SDP ക്കാരന്റെയും PFI ക്കാരന്റെയും ഒരു മതമൗല്യവാദികളെയും
അല്ലെങ്കിൽ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെയും ഒക്കെ ഭാഷയിൽ സംസാരിച്ചാൽ നിലനിൽപ്പിന്റെ ഒരു അവസ്ഥയിൽ. അപ്പൊ അതിനകത്ത് എന്തോ മറ്റ് ലാഭങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തോ മറ്റു ഉദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലല്ലെങ്കിലും ഒരു കലാപ അന്തരീക്ഷത്തിൽ കൂടി പല ചെറിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് പകർന്ന് ഈ പറയുന്നത് പോലെ ഖാർഗെയിലേക്കും വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതേ സ്വഭാവമുള്ള പല ആൾക്കാരും ഒരുപക്ഷെ മഹാരാഷ്ട്ര MLA ആയിട്ടും രൂപത്തിലും, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിയുടെ രൂപത്തിലും, കാശ്മീരിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയുടെ രൂപത്തിലും വന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏറ്റവും ആദ്യം വന്നത് റോബർട്ട് വാദ്രയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അളിയനായിരുന്നതിനെ പറ്റി സംസാരിച്ച്, ഇപ്പൊ ഏറ്റവും അവസാനം പ്രസിഡന്റ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി, പ്രതിപക്ഷ പാർട്ടി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ ആയിട്ട് കാണുന്നത് ഇത് നിസ്സാരമായിട്ട് കാണേണ്ട വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരവസ്ഥയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിരന്തരം രാജ്യവിരുദ്ധമായി അല്ലെങ്കിൽ രാജ്യത്തിനെതിരായുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ദോഷമായിട്ടാണ്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ കാണാനുള്ള ശ്രമം ഇന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇന്ത്യയെ മോശമായി കാണണം, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരു ആഭ്യന്തര കലാപം പാകിസ്ഥാനിലേതുപോലെ ഉണ്ടാകണമെന്ന് ലോക രാജ്യങ്ങൾ കരുതണമെന്നതാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും ഒക്കെ ഒരു അജണ്ട എന്ന് വേണം കരുതാൻ. അതിനവർ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും വില കുറച്ചു കാണുന്നു എന്നതാണ് ഖേദകരം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.